ഈ തവണ 21ാം വാർഷിക പ്രഭാഷണത്തിൽ ഏറ്റവും പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ സമയത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പരാമർശിക്കുന്നത് ഉചിതമെന്ന് തോന്നുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിലേറി ആകാശഗോളങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ, ക്ഷീരപഥങ്ങളെ തന്റെ പാതയാക്കുമ്പോ, മദീനയിലേക്കൊരു പാതയെങ്കിൽ അത് ഭൂമുഖത്ത് മാത്രമല്ല, വാനലോകത്ത് ശൂന്യാകാശത്തിലൂടെയും ഒരു പാത പോലെ മദീനയിലേക്കൊരു പാത. ബുറാഖ് എന്ന് പറഞ്ഞാൽ ബർക്ക് എന്ന അറബ് വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത്. ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ, മിന്നലിനേക്കാൾ വലിയ വേഗത്തിൽ സഞ്ചരിക്കുക. പരിശുദ്ധ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കാഴ്ചയുടെ ഏറ്റവും വിദൂര പരിധിയിലായിരുന്നു ബുറാഖിന്റെ ഓരോ കാലും വെച്ചിരുന്നത്. കാഴ്ചയുടെ ഏറ്റവും വിദൂര പരിധിയിൽ ഇവിടെ കാല് വെച്ച ബുറാഖ് പിന്നെ കാല് വെക്കുന്നത് കാഴ്ചയുടെ ഏറ്റവും ദൂരത്തുള്ള പരിധിയിലാണ്. ഇടിമിന്നലിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനം. ലോകത്തെ ഏറ്റവും വേഗതയുള്ള സാധനം എന്താണ്? പ്രകാശമാണ്. ആ പ്രകാശത്തോടൊപ്പം ഒരാൾ സഞ്ചരിക്കുകയാണെങ്കിൽ, പ്രകാശ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുകയാണെങ്കിൽ സമയം മന്ദീഭവിക്കും. ഒരാള് ലൈറ്റിന്റെ വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ സമയം മന്ദീഭവിക്കും. പ്രകാശ വേഗത്തെ ഒരാൾ സമീപിക്കുമ്പോ തന്നെ സമയം മന്ദീഭവിക്കും. ഒരാൾ പ്രകാശ വേഗത്തെ പ്രാപിച്ചാലോ സമയം നിശ്ചലമാകും. പ്രകാശവേഗത്തെ ഒരാൾ പ്രാപിച്ചാൽ സമയം നിശ്ചലമാകും. ഒരാൾ പ്രകാശവേഗത്തെ മറികടന്നാലോ, പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ഒരു വേഗത ഒരാൾ ആർജിച്ചാലോ അയാൾ കാലത്തിന്റെ പിറകോട്ട് സഞ്ചരിക്കും എന്നാണ് സയൻസ് വ്യക്തമാക്കുന്ന ഗവേഷണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനം പ്രകാശവേഗതയുടെ നിരവധി ഇരട്ടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ഉന്നതമായ ആകാശ ലോകങ്ങളിലേക്കും യാത്ര ചെയ്തു പോയി മടങ്ങി വന്നതെങ്കിൽ അത് വളരെ കുറഞ്ഞ സമയം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. തന്റെ ദാസനെ രാത്രി സഞ്ചരിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. അസ്റാ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിപ്പിച്ചു എന്നാണ് അർത്ഥം. പിന്നെ ലൈലൻ എന്ന് വീണ്ടും പറഞ്ഞു. ലൈലൻ അത് രാത്രിയാണ്. അസ്റാ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി എന്ന് വന്നുപോയി. അസ്റാ രാത്രി സഞ്ചരിപ്പിച്ചു. പിന്നെ ലൈലൻ എന്ന് വീണ്ടും പറഞ്ഞത് രാത്രിയുടെ ഒരു കുറഞ്ഞ അംശം എന്ന് സൂചിപ്പിക്കാനാണ്. രാത്രിയുടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട്. അറബ് ഭാഷയുടെ പ്രത്യേക രീതി അനുസരിച്ച് അവിടെ ലൈലൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയുടെ വളരെ ഹ്രസ്വമായ ഒരു അംശം കൊണ്ട് ഇത്ര ദീർഘമായ സഞ്ചാരം തീർത്തു വന്നു എന്നാണ്. എങ്കിൽ പ്രകാശത്തേക്കാൾ വേഗത്തിൽ പരിശുദ്ധ റസൂൽ സഞ്ചരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ രാത്രിയിലെ നിമിഷാംശത്തിലാണ് റസൂലുള്ളാഹിന്റെ യാത്ര സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ അർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാഭിച്ചിട്ടുണ്ടാവുക. വേഗം കൂടിയപ്പോ ആയിരക്കണക്കിന് കൊല്ലങ്ങളാണ് ലാഭം. സമയത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോ കാലത്തിന്റെ പിറകോട്ടാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ ശാസ്ത്രീയ ഗവേഷണ പ്രകാരം CERN ലാബില്, ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഗവേഷണ കേന്ദ്രമായ CERN ലാബില് കണത്വരിതത്തിൽ കണങ്ങളെ അതിവേഗത്തിൽ പായിച്ച് കൂട്ടിമുട്ടിച്ചപ്പോ, കണത്വരിതത്തിൽ കണങ്ങളെ അതിവേഗത്തിൽ പായിച്ച് കൂട്ടിമുട്ടിച്ചപ്പോ ക്വാണ്ടം തലത്തിൽ, അതായത് ഏറ്റവും സൂക്ഷ്മമായ പ്രദേശത്ത് പ്രകാശത്തേക്കാൾ വേഗതയുള്ള ചെറുകണങ്ങൾ കൈവരിച്ചതായിട്ട് കണ്ടു. ശാസ്ത്രീയ പരീക്ഷണത്തിൽ പ്രകാശത്തേക്കാൾ വേഗതയുള്ള ചെറുകണങ്ങൾ സംജാതമായി കണ്ടു CERN ലാബില്. മാത്രമല്ല, സയൻസിൽ പറയുന്നത് ശൂന്യാകാശത്തില് വേം ഹോൾസ് എന്ന് പറയുന്ന പുഴുക്കുത്തുകളുണ്ട് എന്നാണ്. പുഴുക്കുത്തുകൾ. ഈ പുഴുക്കുത്തുകളിലൂടെ കടന്നാൽ സ്പേസിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്പേസിലേക്ക് വളരെ പെട്ടെന്ന് ദൂരം കുറഞ്ഞിട്ട് കടക്കാൻ സാധിക്കും എന്നാണ് സയൻസിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ.
അല്ലെങ്കിലും ഞാൻ പറയട്ടെ, ഭൂതകാലത്തേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? നമുക്കും പോകാൻ കഴിയും ഭൂതകാലത്തേക്ക്. നമ്മൾ ഭൂമിയുടെ അടുത്ത് കാണുന്ന ഒരു നക്ഷത്രം, നമ്മളിപ്പോ കാണുന്ന ആ നക്ഷത്രത്തിന്റെ ഭൂതകാലമാണ്. ആ നക്ഷത്രം ഇപ്പൊ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ നക്ഷത്രം മരിച്ചു പോയിരിക്കണം. പിന്നെന്താ അതിനെ കാണുന്നത്? ആ നക്ഷത്രം ഉണ്ടായിരുന്ന കാലത്ത് അതിൽ നിന്ന് പുറപ്പെട്ട വെളിച്ചം ഇപ്പോഴേ ഭൂമിയിൽ എത്തുന്നുള്ളൂ. അപ്പൊ നാം കാണുന്നത് ആ നക്ഷത്രത്തിന്റെ ഭൂതകാലമാണ്, ആ നക്ഷത്രത്തിന്റെ വർത്തമാനകാലമല്ല. ആ നക്ഷത്രം എന്നോ മരിച്ചുപോയി. 4.5 പ്രകാശവർഷം ദൂരണ്ട് ഏറ്റവും അടുത്ത നക്ഷത്രത്തിന്. ഭൂമിയുമായി ഏറ്റവും അടുത്ത് നിലകൊള്ളുന്ന നക്ഷത്രത്തിന് 4.5 പ്രകാശവർഷമാണ് അകലം. അപ്പൊ ഇപ്പൊ അത് ഉണ്ടാവണമെന്നില്ല. സൂര്യൻ 8 പ്രകാശ മിനിറ്റ് അകലത്താണ് നമ്മളുമായിട്ട്. പ്രകാശ മിനിറ്റ്. ഏറ്റവും അടുത്ത ഗാലക്സിയായ ആൻഡ്രോമെഡിൽ നിന്ന് എത്തുന്ന പ്രകാശം, ഏറ്റവും അടുത്ത് ഭൂമിയുടെ അടുത്ത് കിടക്കുന്ന ഏറ്റവും അടുത്ത ഗാലക്സിയായ ആൻഡ്രോമെഡിൽ നിന്ന് എത്തുന്ന പ്രകാശം മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്രകാശമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗാലക്സി ആൻഡ്രോമെഡാണ്. അതിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിൽ എത്തുന്നുണ്ട്. അത് ഭൂമിയിൽ മനുഷ്യവംശം ഉണ്ടാകുന്നതിന് മുമ്പ് പുറപ്പെട്ട വെളിച്ചമാണ് ഇപ്പൊ ഭൂമിയിൽ എത്തുന്നത്. അപ്പൊ എത്രയോ കാലങ്ങൾ കഴിഞ്ഞു പോയിരിക്കണം. അതിനിടയിൽ ഇതൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ടാവാം. നമ്മളിപ്പോ കാണുന്ന ഒരു നക്ഷത്രം യഥാർത്ഥത്തിൽ ഉള്ള നക്ഷത്രമാകണമെന്നില്ല, മരിച്ച നക്ഷത്രമാകാം. നമ്മളതിനെ കാണുന്നത് അത് ഉണ്ടായിരുന്ന കാലത്ത് അതിൽ നിന്ന് പുറപ്പെട്ട വെളിച്ചം ഇപ്പോഴേ ഭൂമിയിൽ എത്തുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ്, ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ്, പ്രപഞ്ചത്തിൽ പ്രകാശവേഗത്തെ മറികടക്കുന്ന ഘടകങ്ങളുടെ സാധ്യതയെ അദ്ദേഹം നിഷേധിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് വളരെ പ്രശസ്തമായ ഒരു സയൻസ് ഫിക്ഷൻ, ഒരു ശാസ്ത്ര നോവൽ ഒരാൾ എഴുതുണ്ടായി, കാൾ സാഗൻ. ആ പുസ്തകത്തിന്റെ പേര് കോണ്ടാക്ട് എന്നാണ്. ആ പുസ്തകത്തിലെ ഇതിവൃത്തം വളരെ രസകരമാണ്. ഒരാൾ കാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. റേഡിയോ ടെലസ്കോപ്പിലൂടെ ശൂന്യാകാശം നിരീക്ഷിക്കുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞയായ പെൺകുട്ടിയാണ് അതിലെ മുഖ്യ കഥാപാത്രം. ആ പെൺകുട്ടി കാലത്തിലൂടെ സഞ്ചരിക്കുന്നു. ഗവൺമെന്റ് കോടികൾ മുടക്കിയിട്ട് ആ പെൺകുട്ടിക്ക് ഒരു വാഹനം ഉണ്ടാക്കി കൊടുക്കുന്നു സ്പേസിലൂടെ സഞ്ചരിക്കാൻ. അങ്ങനെ സഞ്ചരിച്ച് കാലത്തിന്റെ പുറകോട്ട് പോയിട്ട് തന്റെ പിതാവിനെ ഈ പെൺകുട്ടി കണ്ടുമുട്ടുന്നു. ഭൂതകാലത്തേക്ക് സഞ്ചരിക്കുന്നു. സമയത്തേക്കാൾ വേഗത്ത് പോയപ്പോ തന്റെ പിതാവിന്റെ കാലഘട്ടത്തിലെത്തി. തന്റെ പിതാവിനെ കണ്ടുമുട്ടിയ കാര്യം ഭൂമിയിൽ വന്നിട്ട് ഈ പെൺകുട്ടി പറയുമ്പോ ജനങ്ങൾ അതിനെ നിഷേധിക്കുന്നു. മരിച്ചുപോയ പിതാവിനെ എങ്ങനെ കാണാൻ കഴിയും? ഇതാണ് കാൾ സാഗൻ എഴുതിയ കോണ്ടാക്ട് എന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം. ഒരുപക്ഷെ ആലോചിച്ച് നോക്കിയാൽ അത്ഭുതം തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ആകാശഗോളങ്ങൾ ചുറ്റി സഞ്ചരിച്ചു എന്ന് വന്ന് പറയുമ്പോ മക്കക്കാരെങ്ങനെ നിഷേധിച്ചുവോ, ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര ദൂരം എങ്ങനെ സഞ്ചരിച്ചു, ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ആ സംഗതി ഇന്നൊരു പുസ്തകമാണെങ്കിലും പുസ്തകത്തിലെ റേഡിയോ ടെലസ്കോപ്പിലൂടെ ശൂന്യാകാശം നിരീക്ഷിക്കുന്ന കോണ്ടാക്ട് എന്ന പുസ്തകത്തിലെ കഥാപാത്രമായിട്ടുള്ള പെൺകുട്ടി തിരിച്ചു വന്നിട്ട് താൻ ഭൂതകാലത്തേക്ക് സഞ്ചരിച്ചു, തന്റെ പിതാവിനെ കണ്ടുമുട്ടി എന്നൊക്കെ പറയുമ്പോ അതിനെ അവിശ്വസിക്കുന്ന ജനങ്ങളെ കുറിച്ച് ആ പെൺകുട്ടി പറയുന്നുണ്ട്, കാലത്തിന്റെ പിറകേക്ക് സഞ്ചരിക്കാൻ സമയത്തെ പിറകിലാക്കിയാൽ മതി. പ്രകാശത്തെ പിറകിലാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നവർക്ക് കാലത്തെ പിറകിലാക്കിക്കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പും ഈ ലോകത്ത് മദ്ഹ് തുടങ്ങി. മദ്ഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകാലത്ത് അമ്പിയാക്കൾ, പ്രവാചകന്മാർ അവിടുത്തെ പ്രകീർത്തിച്ചു. എത്രയോ വേദഗ്രന്ഥങ്ങളിൽ മുമ്പ് അവിടുത്തെ ജന്മവും ജീവിതവും വാഴ്ത്തപ്പെട്ടു. ജനിച്ച ശേഷം കുഞ്ഞുനാളിൽ തന്നെ അവിടുത്തെ മദ്ഹ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ മദ്ഹ് പാടിയത് ഒരുപക്ഷെ അബ്ദുൽ മുത്തലിബാണ്. പിതാവിന്റെ പിതാവായ പിതാമഹൻ അവിടുത്തെ മടിയിൽ കിടത്തിക്കൊണ്ട് മദ്ഹ് പറഞ്ഞു. അന്ന് പരിശുദ്ധ റസൂലിന് 8-ാമത്തെ വയസ്സാണ്.